Afternoon. Good afternoon. Uh, this is third class of laser, and here we are going to learn population inversion. So, population inversion എന്നാണ് ടേമിൻ്റെ പേര്. നമ്മൾ യൂസ് ചെയ്യും പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേറ്റഡ് എന്നൊക്കെ പറയും. സോ വെൻ ഡു യു സേ ദാറ്റ് പോപ്പുലേറ്റഡ്, ഹൈലി പോപ്പുലേറ്റഡ്, ക്ലാസ് ഇസ് ഹൈലി പോപ്പുലേറ്റഡ് എന്നൊരു ടേം നമ്മളപ്പോൾ ഉപയോഗിക്കും. ക്ലാസ്സിലെ എല്ലാ ബെഞ്ചിലും ആൾക്കാരൊക്കെ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഹൈലി പോപ്പുലേറ്റഡ് എന്ന് പറയാം. എന്നാൽ അതേസമയം ലഞ്ച് ഇൻ്റർവൽ സമയത്തോ വല്ല ഇൻ്റർവൽ സമയത്തോ അപ്പോൾ നമുക്ക് ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ പോപ്പുലേഷൻ ഇൻവേർട്ടഡ് ആണ് എന്ന് പറയാം. കാരണം ക്ലാസ്സിൻ്റെ ഉള്ളിൽ വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടാവുള്ളൂ, ഒരു 4-5 ആൾക്കാരുണ്ടാവും, ബാക്കിയുള്ളവർ പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവും. സോ പോപ്പുലേറ്റഡ് ഇൻവേർട്ടഡ് ഇതേപോലെ ബന്ധമുള്ളതാണ്. കാരണം നോർമലി ഓർഡിനറി എനർജി ടെമ്പറേച്ചറിലൊക്കെ ഗ്രൗണ്ട് സ്റ്റേറ്റൊക്കെ ലോവർ എനർജി സ്റ്റേറ്റൊക്കെ കംപ്ലീറ്റ്ലി ഒക്യുപ്പൈ. പക്ഷേ ഡ്യൂറിങ് പോപ്പുലേഷൻ ഇൻവേർഷൻ ഹയർ എനർജി സ്റ്റേറ്റ്സ് ഒക്കെ കൂടുതൽ ഒക്യുപ്പൈഡ് ആയിരിക്കും. അല്ലെങ്കിൽ ലോവർ എനർജി സ്റ്റേറ്റ്സ് നിന്ന് ഗ്രൗണ്ട് എനർജി സ്റ്റേറ്റിൽ നിന്ന് ആറ്റംസ് ഹയർ എനർജി ലെവലിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് ആസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. ഓക്കെ, സോ പോപ്പുലേഷൻ ഇൻവേർഷൻ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോ ഇതാണ് ഓർഡിനറി എനർജി സ്റ്റേറ്റിലുള്ള ഡയഗ്രാം. നോക്കൂ, ഓർഡിനറി ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ പുറമേ നിന്ന് എനർജി ഒന്നും കൊടുക്കാതിരിക്കുന്ന സമയത്ത് ലോവർ എനർജി സ്റ്റേറ്റിൽ കൂടുതൽ ആറ്റംസ് ഉണ്ട്, ഹയർ എനർജി സ്റ്റേറ്റിൽ ആറ്റംസിൻ്റെ എണ്ണം കുറവാണ്, വളരെ ഹയർ എനർജി സ്റ്റേറ്റിൽ ആറ്റംസ് വളരെ കുറവാണ്. സോ E3 ഗ്രേറ്റർ ദാൻ E2 ഗ്രേറ്റർ ദാൻ E1, അതാണ് എനർജിയുടെ ഓർഡർ. നമ്പർ ഓഫ് ആറ്റംസ് നോക്കൂ, N1 ഗ്രേറ്റർ ദാൻ N2 ഗ്രേറ്റർ ദാൻ N3. അപ്പോൾ ഇതാണ് N1 ഗ്രേറ്റർ ദാൻ N2 ഗ്രേറ്റർ ദാൻ N3. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എനർജി E3 ആണ് കൂടുതൽ, നമ്പർ ഓഫ് ആറ്റംസ് N1 ആണ് കൂടുതൽ. ലോവർ എനർജി സ്റ്റേറ്റിൽ ചെറിയ എനർജിയിൽ കൂടുതൽ ആറ്റംസ് ഉണ്ടാവും. ഇനി അപ്പോൾ വാട്ട് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ, അതിലേക്ക് നമുക്ക് എത്താൻ പോകണുള്ളൂ. So this is during when no external energy is given to the lasing material. Number of atoms are more in lower energy state. Higher energy states will have lesser number of atoms. Ini as the energy is increased, we give energy from outside. Outside നിന്നായിരിക്കും എനർജി കൊടുക്കുക. ഹയർ എനർജി സ്റ്റേറ്റിൽ ആറ്റംസ് കൂടുതൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഇതാണ് ഇത്തിരി മാഞ്ഞു പോയിട്ടുണ്ട്. നോക്കൂ, നമ്പർ ഓഫ് ആറ്റംസ് N2ൽ N3, ദിസ് ഇസ് N1. സോ E1 താഴെ ഉണ്ട്, E2 പിന്നെ ഉണ്ട്, E3 ഉണ്ട്. ഇപ്പം ഈ ഡയഗ്രാം പ്രകാരം എനർജി E3 ഈസ് ഗ്രേറ്റർ ദാൻ E2 ഗ്രേറ്റർ ദാൻ E1 ആണ്. E1ലാണ് കുറഞ്ഞ എനർജി. പക്ഷെ ഇപ്പം നോക്കൂ, ആറ്റംസ് കൂടുതലുള്ളത് N2ലാണ്. ആറ്റംസ് കൂടുതലുള്ള N2നെക്കാട്ടിലും ആറ്റംസ് കൂടുതലുള്ളത് N2നെക്കാട്ടിലും കുറവ് N1ലാണുള്ളത്. പിന്നെ ആറ്റംസ് കുറഞ്ഞത് N3ലാണ്. സോ ദിസ് ഇസ് എ ഡയഗ്രാം ആഫ്റ്റർ പോപ്പുലേഷൻ ഇൻവേർഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. പോപ്പുലേഷൻ ഇൻവേർഷൻ ശേഷം E2ലാണ് ആറ്റംസ് കൂടുതൽ, E3ൽ വളരെ കുറവ്, E1ൽ കുറച്ച് കുറവ്, E2നെക്കാട്ടിലും. സോ ദാറ്റ് ഈസ് പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ നമ്മൾ എക്സസ് എനർജി കൊടുത്തിട്ട് E1 നിന്ന് ആറ്റത്തിനെ E2ലേക്ക് നമ്മൾ കൊണ്ടുപോയി. അതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നൗ അപ്പോൾ ഇതാണ് പോപ്പുലേഷൻ ഇൻവേർഷൻ ശേഷമുള്ള സംഭവം. ഇനി മനസ്സിലാക്കാനുള്ള ഒരു ടേം ഉണ്ട്. ആ ടേം എന്ന് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അപ്പോൾ ഇത് ഡയഗ്രാം കാണിച്ചിരിക്കുന്നത് ഒരു 4 ലെവൽ ലേസറാണ് കാണിച്ചിട്ടുള്ളത്. 4 ലെവൽ ലേസർ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ലേസറിൽ 4 എനർജി ലെവൽ ഉണ്ടാവും. നോക്കൂ, ഇവിടെ 4 എനർജി ലെവൽ, E0 ഉണ്ട്, E1 ഉണ്ട്, E2 ഉണ്ട്, E3 ഉണ്ട്. സോ 4 എനർജി സ്റ്റേറ്റ്. 4 എനർജി സ്റ്റേറ്റ് ലെവൽ ലേസറാണ് ഇത് കാണിച്ചിരിക്കുന്നത്. 3 എനർജി സ്റ്റേറ്റ് ലേസർ വെച്ചിട്ടും മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് പറയാൻ പറ്റും. ഇപ്പോൾ 4 എനർജി സ്റ്റേറ്റിൽ ഇവിടെ 2 എനർജി ലെവലുകൾ തമ്മിലാണ് ലേസർ ആക്ഷൻ നടക്കുന്നത്. ലേസർ ആക്ഷൻ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ E2 ആൻഡ് E1. E2 E1
എനർജി സ്റ്റേറ്റുകൾ തമ്മിലാണ് ലേസർ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് എനർജി സ്റ്റേറ്റിൽ E2 E1 ആണ് രണ്ട് എനർജി സ്റ്റേറ്റ്. അതിൽ അപ്പർ ലെവലിനെയാണ് പറയുന്നത് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പർ എനർജി ലെവൽ ഇൻ ലേസർ ആക്ഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പർ എനർജി ലെവൽ ഇൻ ലേസർ ആക്ഷൻ ഈസ് കോൾഡ് ആസ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ അപ്പർ എനർജി ലെവലിനെയാണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലേസർ ആക്ഷനിൽ. അപ്പോൾ ഇവിടെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് E2 ആണ്. മെറ്റാസ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ ടെമ്പററിലി സ്റ്റേബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാരണം E2 എനർജി സ്റ്റേറ്റിൽ ആറ്റം E3യിൽ നിൽക്കണേക്കാട്ടിലും കൂടുതൽ നേരം നിൽക്കും. ഇൻ E2 എനർജി ലെവൽ ആറ്റം വിൽ സ്റ്റേ ഫോർ മോർ ടൈം ദാൻ E3 സ്റ്റേറ്റ്. നോക്കൂ, E3യിൽ ഫോർ എക്സാമ്പിൾ 10⁻⁹ സെക്കൻഡ്സ് ആണ് ആറ്റം നിൽക്കുള്ളൂ. E3യിലെ എനർജി സ്റ്റേറ്റിൽ ആറ്റം നിൽക്കുന്നത് 10⁻⁹ സെക്കൻഡ്സിലാണ്. അതേസമയം E2യിൽ ആറ്റം നിൽക്കുന്നത് 10⁻³ സെക്കൻഡ്സ് ആണ്. അപ്പോൾ 10⁻³ ആണോ -9 ആണോ വലുത്? ദാറ്റ് ഇസ് നോ ഡൗട്ട് 10⁻³ ഈസ് ബിഗർ. ഇറ്റ് ഇസ് 10⁶ ടൈംസ് ബിഗർ ദാൻ 10⁻⁹. അപ്പോൾ E2 എനർജി സ്റ്റേറ്റിൽ 10⁻³ സെക്കൻഡ്സ് ആണ് ടൈം നിൽക്കാനുള്ള ആറ്റംസ് നിൽക്കുന്ന സമയം. E3 10⁻⁹ ആണ്. അല്ലെങ്കിൽ E3യിൽ നിൽക്കണേക്കാട്ടിലും 10⁶ ടൈംസ് കൂടുതൽ നേരം E2യിൽ ആറ്റംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയും. മെറ്റാച്ച ടെമ്പററിലി സ്റ്റേബിൾ എന്ന് പറയുന്നു. മെറ്റാന്ന് ഉപയോഗിക്കാനുള്ള കാരണം ആഫ്റ്റർ ഈ 10⁻³ സെക്കൻഡ്സ് ഇറ്റ് goes to lower energy state by laser action. So metastable state na ചോദിച്ചാൽ it is the upper level of laser action. ഒരു ഡയഗ്രാം വരയ്ക്കുക, E2 E1 കാണിക്കുക, E3 to E1 E0 കാണിക്കുക, ഇതിൽ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് മാർക്ക് ചെയ്യുക. ലേസർ ആക്ഷൻ എവിടെയാണ് നടക്കുന്നത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. Here you have laser. അപ്പോൾ that is how you explain metastable state. അടുത്തത് പമ്പിങ് എന്ന് പറഞ്ഞാൽ പമ്പിങ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആറ്റംസ് ആർ ടേക്കൺ ഫ്രം ലോവർ എനർജി സ്റ്റേറ്റ് ടു ഹയർ എനർജി സ്റ്റേറ്റ്. ആറ്റത്തിനെ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്ന പ്രോസസ്സിനാണ് പറയുക പമ്പിങ് എന്ന് പറയുക. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ കിണറിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ പമ്പ് ചെയ്തിട്ടാണ് വീടിൻ്റെ മുകളിലേക്ക് എത്തുന്നത്. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് വരാൻ വീണ്ടും പമ്പ് ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി ബൈ ഗ്രാവിറ്റി താഴേക്ക് വരും. അപ്പോൾ ഇതുപോലെ തന്നെ ലോവർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ആറ്റത്തിനെ കൊണ്ടുവരുന്ന പ്രോസസ്സിനാണ് പറയുക പമ്പിങ് എന്ന് പറയുക. വേറൊരു മെത്തേഡ് ഉണ്ട്. ഇറ്റ് ഇസ് എ മെത്തേഡ് ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ ഉണ്ടാക്കാനുള്ള പ്രോസസ്സായിട്ടും പമ്പിങ്ങിനെ പറയാൻ പറ്റും. ദാറ്റ്സ് എ സെക്കൻഡ് വേ ഓഫ് ഡിഫൈനിങ് പമ്പിങ്. സോ രണ്ട് രീതിയിൽ പമ്പിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോവർ എനർജി സ്റ്റേറ്റിന് ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് ആറ്റംസിനെ കൊണ്ടുവന്ന പ്രോസസ്സായിട്ട് പറയാം, അല്ലെങ്കിൽ മെത്തേഡ് ടു അച്ചീവ് പോപ്പുലേഷൻ ഇൻവേർഷൻ. നൗ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പമ്പിങ്. ഓപ്റ്റിക്കൽ പമ്പിംഗ് എന്ന് വെച്ചാൽ യൂസിങ് ലൈറ്റ്, ഫ്ലാഷ് ലാമ്പ് ഉപയോഗിച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ xenon ഫ്ലാഷ് ലാമ്പ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ റൂബി ലേസർ. ലാമ്പ് ഉപയോഗിച്ച് ലൈറ്റാണ് അധികം എനർജി കൊടുക്കുക, ലൈറ്റ് വെച്ചിട്ടാണ് അധികം എനർജി കൊടുക്കുക. വേറെ രീതിയിൽ അങ്ങനെ പറയാം, ഇറ്റ്സ് എ ഗീവിങ് എക്സസ് എനർജി ടു ദ ലേസിങ് മെറ്റീരിയൽ, അതിനെ പമ്പിങ് എന്ന് പറയാം. അപ്പോൾ ആ എക്സസ് എനർജി ലൈറ്റിൻ്റെ ടേംസിൽ കൊടുക്കുമ്പോഴാണ് ഒപ്റ്റിക്കൽ പമ്പിങ് ആയിട്ട് പറയുക. അത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പമ്പിങ് എന്ന് പറയുക. ഇത് ഹീലിയം നിയോൺ ലേസറിലൊക്കെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് വെച്ചിട്ട് ഇനീഷ്യലായിട്ട് അത് കൊടുക്കും. ചില ഗ്യാഷ്യസ് ലേസറിലൊക്കെ കൊടുക്കാറുണ്ട്, ഹീലിയം നിയോണിലല്ല. ഡയറക്റ്റ് കൺവേർഷൻ പമ്പിങ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ എൽ ഇ ഡി ലേസറിലൊക്കെ ഡയറക്റ്റ് കൺവേർഷൻ പമ്പിങ് യൂസ് ചെയ്യുക. ഇൻഇലാസ്റ്റിക് ആറ്റം കൊലീഷൻ അത് ഹീലിയം നിയോൺ ലേസറിലാണ് വരിക. ഒരാറ്റം പോയി വേറൊരു ആറ്റത്തിന് അടിക്കും, ആ രണ്ടാമത്തെ ആറ്റം ആയിരിക്കും ലേസർ എമിറ്റ് ചെയ്യുക. അങ്ങനെ ഇടികൊട്ടിയിട്ടാണ് ലേസറിൻ്റെ പമ്പിങ് നടക്കുന്നത് ഹീലിയം നിയോൺ ലേസറിൽ. സോ ദാറ്റ് ഈസ് ഇൻഇലാസ്റ്റിക് ആറ്റം കൊലീഷൻ ദാറ്റ് വി സീ ഇൻ ഡീറ്റെയിൽ. കെമിക്കൽ മെത്തേഡ് വെച്ചിട്ട് പമ്പിങ്ങിനെ പറയുന്നത് കെമിക്കൽ പമ്പിങ്, കാർബൺ ഡൈ ഓക്സൈഡ് ലേസറിലൊക്കെ ഉള്ളതാണ്. പിന്നുള്ളതാണ് തെർമൽ പമ്പിങ്. തെർമൽ പമ്പിങ് ഈസ് ഡൺ ബൈ ഗിവിങ് ടെമ്പറേച്ചർ. സോ എക്സസ് ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട്
പമ്പിങ് നടക്കുന്നതിനെയാണ് തെർമൽ പമ്പിങ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് തെർമൽ പമ്പിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത്. ഇനി മുമ്പിൽ വിട്ടുപോയിട്ടുള്ള 2 ടോപ്പിക് ഉണ്ട്, 3 ലെവൽ ലേസർ ആൻഡ് 4 ലെവൽ ലേസർ. 3 ലെവൽ ലേസർ എന്ന് പറഞ്ഞാൽ 3 എനർജി ലെവലിൽ മാത്രമാണ് ബേസ് ചെയ്തിട്ട് ലേസർ ആക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കൂ, 3 ലെവൽ ലേസർ, ഒരു എനർജി ലെവൽ E0, രണ്ടാമത്തെ എനർജി ലെവൽ E1, മൂന്നാമത്തെ എനർജി ലെവൽ E2. ഇതിൽ ആറ്റത്തിൻ്റെ എണ്ണം N0, N1, N2. എനർജി ലെവൽ E1 ഗ്രേറ്റർ ദാൻ എനർജി ലെവൽ E2 ഗ്രേറ്റർ ദാൻ E1 ഗ്രേറ്റർ ദാൻ E0. ഏറ്റവും കുറേ എനർജി E0ലാണ്. നമ്പർ ഓഫ് ആറ്റംസ് പറഞ്ഞാൽ N0 ലെസ് ദാൻ N0, നമ്പർ ഓഫ് ആറ്റംസ് N0ലാണ് ഏറ്റവും എനർജി വാല്യൂ E2 ഗ്രേറ്റർ ദാൻ E1 ഗ്രേറ്റർ ദാൻ E0. നമ്പർ ഓഫ് ആറ്റംസ് ഏറ്റവും കൂടുതൽ N0ലാണ്, പിന്നെ N1ലാണ്, പിന്നെ N2ലാണ്. ഇത് പോപ്പുലേഷൻ എക്സസ് എനർജി കൊടുക്കുന്നതിന് മുമ്പ്, പമ്പിങ്ങിന് മുമ്പ്. പക്ഷേ പമ്പിങ്ങിന് ശേഷം നോക്കൂ, പമ്പിങ്ങിന് വെൻ യു ഡു പമ്പിങ്, ആറ്റംസ് ആർ ടേക്കൺ ഫ്രം E0 ടു E2. E0 അല്ല E2 എന്ന് പറയുന്നത് കുറച്ച് നേരം വളരെ ആറ്റംസ് അവിടെ നിൽക്കുള്ളൂ. അത് കഴിഞ്ഞ് നേരെ E2 ഫാസ്റ്റ് ഡീക്കേ വഴി E2ത്തെ ആറ്റംസൊക്കെ E1ൽ വന്ന് നിൽക്കും. E1ൽ കുറേ നേരം നിൽക്കും. സോ E1 ഈസ് എ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഹിയർ. E1 ആണ് ഇവിടെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് E1ൽ. സോ ആറ്റംസ് കൂടുതൽ നേരം നിൽക്കും ആൻഡ് ദേ അണ്ടർഗോ ലേസിങ് ആൻഡ് ഇറ്റ് റീച്ചസ് എനർജി ലെവൽ E0. ഇത് 3 ലെവൽ ലേസർ. 3 ലെവൽ ലേസർ 3 എനർജി ലെവൽസ് മാത്രമേ ഉള്ളൂ. അടുത്ത് 4 ലെവൽ ലേസറിൽ ഇവിടെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഡയഗ്രം ഞാൻ വരച്ചിട്ടില്ല. 4 എനർജി ലെവൽസ് ആർ ഇൻവോൾവ്. E0 എന്ന ആറ്റത്തിനൊക്കെ നേരെ എടുത്തിട്ട് E3ലാണ് വരുന്നത്. E3 ഫാസ്റ്റ് ഡീക്കേ മുതൽ E2ൽ വരുന്നു. പിന്നെ E2 ലേസർ ട്രാൻസിഷൻ E1ലേക്ക്. ഇവിടുന്ന് നോൺ റേഡിയേറ്റീവ് ഡീക്കേ ആണ് E1 ടു E0 ട്രാൻസിഷൻ. സോ 4 എനർജി ലെവൽസ് ആർ ഇൻവോൾവ്. ഇവിടെ E2 ആണ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ ഇതാണ് 4 ലെവൽ ലേസറിൻ്റെ വർക്കിംഗ്. അടുത്തത് പറയാനുള്ളത് ബേസിക് പാർട്സ് ഓഫ് ലേസറാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിലാവട്ടെ.